നമസ്കാരം. മനുഷ്യരാശി ഭൂമിക്ക് പുറത്ത് മറ്റൊരു ലോകം തേടിയുള്ള പ്രയാണത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളിലേക്കാണ് ശാസ്ത്രലോകം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും നിഗൂഢവും വിസ്മയകരവുമായ ലോകങ്ങളിൽ ഒന്നായ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ ഭാവിയിൽ മനുഷ്യൻ്റെ ഏറ്റവും മൂല്യമേറിയ താവളമായി മാറിയേക്കുമെന്നാണ് നാസയുടെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നാസയുടെ ഗോദ്ദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെൻസറിലെ പ്ലാനറ്ററി സയൻറ്റിസ്റ്റായ കോണർ എ നിക്സന്റെ നേതൃത്വത്തിൽ നടന്ന പുതിയ പഠനം ടൈറ്റനിലെ വിഭവ സമൃദ്ധിയെക്കുറിച്ചും ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഈ ഉപഗ്രഹത്തിന് എങ്ങനെ നിർണായക പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകുന്നു. കാസിനി ഹൈജൻസ് ഉൾപ്പെടെയുള്ള മുൻകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നുള്ള ദശാബ്ദങ്ങൾ നീണ്ട വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ടൈറ്റനിലുള്ള ഹൈഡ്രോ കാർബണുകളുടെയും ജലത്തിൻ്റെയും വൻ ശേഖരം കാരണം ഈ ഉപഗ്രഹത്തെ ശൂന്യാകാശത്തിലെ പേർഷ്യൻ ഗൾഫ് എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. ഭാവിയിൽ സൗരയൂഥത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ ഒരു ഇന്ധന നിറയ്ക്കൽ കേന്ദ്രമായും വ്യവസായ ഔട്ട്പോസ്റ്റായും പ്രവർത്തിക്കാൻ ടൈറ്റന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൗരയൂഥത്തിൽ ഭൂമിയെപ്പോലെ സാന്ദ്രമായ അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ. അതിലുപരിയായി ഉപരിതലത്തിൽ സ്ഥിരതയുള്ള ദ്രാവക രൂപത്തിലുള്ള തടാകങ്ങളും നദികളും സമുദ്രങ്ങളുമുള്ള ഭൂമിയല്ലാത്ത ഒരേ ഒരു പ്രപഞ്ച വസ്തുവും ഇതുതന്നെയാണ്. എന്നാൽ ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടൈറ്റനിലെ തടാകങ്ങളും കടലുകളും നിറഞ്ഞിരിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള മീഥൈൻ, ഈഥൈൻ എന്നിവയാലാണ്. ഭൂമിയിലെ പ്രകൃതിവാതകത്തിനും മറ്റ് ഇന്ധനങ്ങൾക്കും സമാനമായ ഹൈഡ്രോ കാർബണുകളാണിവ. ഭൂമിയിൽ ജലചക്രം ഉള്ളതുപോലെ ടൈറ്റനിൽ ഒരു മീഥൈൻ അധിഷ്ഠിത കാലാവസ്ഥാ ചക്രമാണുള്ളത്. അവിടെ മീഥൈൻ ബാഷ്പീകരിക്കപ്പെടുകയും മേഘങ്ങളായി രൂപപ്പെടുകയും പിന്നീട് മഴയായി ഉപരിതലത്തിലേക്ക് പതിക്കുകയും ചെയ്യും. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൻ്റെ 5% മീഥൈൻ വാതകമാണ്. കൂടാതെ ഇതിൻ്റെ ഉപരിതലത്തിൽ പരന്നുകിടക്കുന്ന വലിയ തടാകങ്ങളിലും കടലുകളിലും കനത്ത ഹൈഡ്രോ കാർബൺ നിക്ഷേപമുണ്ട്. ഭാവിയിലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ മീഥൈൻ റോക്കറ്റ് ഇന്ധനമായി നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഭാരമേറിയ മറ്റ് ഹൈഡ്രോ കാർബണുകളെ പ്ലാസ്റ്റിക്, കൃത്രിമ വസ്തുക്കൾ, രാസവസ്തുക്കൾ, വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവയാക്കി മാറ്റാനും സാധിക്കും. ഭൂമിയെപ്പോലെ പുരാതന ജൈവ പ്രക്രിയയിലൂടെ ഉണ്ടായ പെട്രോളിയം നിക്ഷേപമല്ല ടൈറ്റനുള്ളത്. മറിച്ച് സൂര്യപ്രകാശവും ശനിയുടെ വികിരണങ്ങളും തമ്മിലുള്ള സ്വാഭാവിക രാസപ്രവർത്തനങ്ങളുടെ രൂപപ്പെട്ടവയാണ് ഈ ഇന്ധന നിക്ഷേപങ്ങൾ. ടൈറ്റൻ അതിൻ്റെ ഹൈഡ്രോ കാർബൺ തടാകങ്ങളുടെ പേരിൽ പ്രശസ്തമാണ് എങ്കിലും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ജലമാണ് ഇവിടുത്തെ ഏറ്റവും മൂല്യമേറിയ വിഭവമായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ടൈറ്റൻ്റെ മൊത്തം പിണ്ഡത്തിൻ്റെ പകുതിയോളം ഹിമമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കട്ടിയുള്ള ഈ ഹിമപാളികൾക്ക് താഴെ അമോണിയയും ലവണങ്ങളും കലർന്ന ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ ഒരു കൂറ്റൻ സമുദ്രം തന്നെയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അമോണിയയുടെ സാന്നിധ്യമാണ് ഈ വെള്ളം പൂർണ്ണമായും ഐസായി പോകാതെ ദ്രാവകാവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്നത്. മനുഷ്യജീവനെ നിലനിർത്താൻ കുടിവെള്ളവും ശ്വസിക്കാനുള്ള ഓക്സിജനും നൽകുവാൻ ഈ ജലസ്രോതസ്സിന് സാധിക്കും. കൂടാതെ ഇലക്ട്രോളിസിസ് പ്രക്രിയയിലൂടെ വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിച്ച് ബഹിരാകാശ ഘടകങ്ങൾക്ക് ആവശ്യമായ അതിശക്തമായ റോക്കറ്റ് പ്രൊപ്പല്ലന്റുകൾ നിർമ്മിക്കാനും കഴിയും. ജലത്തിൻ്റെ ഈ വൻ സാന്നിധ്യം ടൈറ്റനെ ദീർഘകാല മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഒരു താവളമാക്കി മാറ്റുന്നു. ലളിതമായ ഈ ഇന്ധന നിറയ്ക്കൽ കേന്ദ്രം എന്നതിനപ്പുറം ഒരു ടൈറ്റനെ സ്വയം പര്യാപ്തമായ ഒരു വ്യാവസായിക കേന്ദ്രമായി വികസിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ പിന്തുണയോടെയുള്ള ഈ പുതിയ പഠനം വിഭാവനം ചെയ്തത്. ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങളെ മാത്രം ആശ്രയിക്കാതെ ടൈറ്റനിലെ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൃഷി, നൂതന 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ വികസിപ്പിക്കാൻ കഴിയും. ടൈറ്റനിലെത്തുന്ന ബഹിരാകാശ പേടകങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനൊപ്പം തദ്ദേശീയമായി നിർമ്മിച്ച സ്പെയർ പാർട്സുകൾ, വ്യാവസായിക സാമഗ്രികൾ, ഭക്ഷണത്തിനാവശ്യമായ ഘടകങ്ങൾ എന്നിവയും അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിക്കും. ഇത് ഭൂമിയിൽ നിന്നുള്ള ചരക്ക് നീക്കങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കുകയും സൗരയൂഥത്തിൻ്റെ ബാഹ്യമേഖലകളിൽ മനുഷ്യൻ്റെ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കാനും സഹായിക്കും. കൂടാതെ യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ വിദൂര ഗ്രഹങ്ങളിലേക്ക് പോകുന്ന പേടകങ്ങൾക്ക് ഒരു ട്രാൻസിറ്റ് ഹബ്ബായും ശനിയുടെ മറ്റു ഉപഗ്രഹങ്ങളായ എൻസെലാഡസ്, മീമാസ് എന്നിവ പര്യവേക്ഷണം ചെയ്യാനുള്ള തന്ത്രപ്രധാനമായ താവളമായും ടൈറ്റനെ ഉപയോഗിക്കാം. അതേസമയം ടൈറ്റൻ നൽകുന്ന സാധ്യതകൾ വളരെ വലുതാണ് എങ്കിലും മനുഷ്യ പര്യവേക്ഷണത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ അതീവ ഗുരുതരമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 140 കോടി കിലോമീറ്റർ അകലെയാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ നിലവിലെ സാങ്കേതിക വിദ്യ അനുസരിച്ച് അവിടെ എത്താൻ മാസങ്ങളല്ല വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അതികഠിനമായ തണുപ്പാണ് മറ്റൊരു വെല്ലുവിളി. ടൈറ്റനിലെ ശരാശരി താപനില -179 ആണ്. ഈ തണുപ്പിൽ ഭൂമിയിലെ മിക്ക വസ്തുക്കളും കട്ടിയായി പോകും. അതിനാൽ അവിടെ ഒരു മനുഷ്യ കോളനി സ്ഥാപിക്കണമെങ്കിൽ നൂതനമായ ആണവോർജ്ജ സംവിധാനങ്ങളും അടുത്ത തലമുറയിലെ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളും വികസിച്ച് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ അല്ല എങ്കിലും വരും നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ്റെ അനിവാര്യമായ ഒരു ഇടത്താവളമായി ടൈറ്റൻ മാറുക തന്നെ ചെയ്യും. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപായി ടൈറ്റൻ്റെ അന്തരീക്ഷത്തെയും ഭൂപ്രകൃതിയെയും കുറിച്ച് കൂടുതൽ വ്യക്തമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനായി നാസ തങ്ങളുടെ ഏറ്റവും വലിയ ബഹിരാകാശ പദ്ധതികളിൽ ഒന്നായ ഡ്രാഗൺ ഫ്ലൈ മിഷൻ വരും വർഷങ്ങളിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റോട്ടർ ക്രാഫ്റ്റ് ടൈറ്റൻ്റെ ഉപരിതലത്തേക്ക് അയച്ച്
അവിടുത്തെ രാസഘടന, ഭൂഗർഭശാസ്ത്രം, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. പ്രാദേശിക വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൗത്യങ്ങളുടെ ചെലവും സങ്കീർണതയും കുറയ്ക്കുന്ന ഇൻ സിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന ആശയമാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യൻ ഭൂമിക്ക് പുറത്തേക്ക് തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കുന്ന ഒരു കാലത്ത് ടൈറ്റൻ കേവലം ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം എന്നതിനുമപ്പുറം സൗരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സാമ്പത്തിക വ്യാവസായിക കേന്ദ്രമായി മാറുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.